നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളെ മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യവുമായി തൃണമൂൽ കോൺഗ്രസ്. കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളെ UDF മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യവുമായി തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എല്ലാ കാലത്തും UDFന് നിരുപാധിക പിന്തുണ നൽകാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് EA സുഗു പ്രതികരിച്ചു. എല്ലാ തവണയും ഏകപക്ഷീയമായ പിന്തുണ കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങൾ എടുക്കുന്ന നിലപാട് സാധൂകരിക്കപ്പെടണമെങ്കിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തൃണമൂലിനെ മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. നിരുപാധിക പിന്തുണ എന്നും കൊടുക്കുക എന്നത് പ്രായോഗികമല്ല. തൃണമൂലിനെ ഘടകകക്ഷിയായി അംഗീകരിച്ച് മുന്നണിയിൽ എടുക്കണമെന്നത് തങ്ങളുടെ ആവശ്യമാണ്. UDF നേതൃത്വം ഈ ആവശ്യം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഉപതെരഞ്ഞെടുപ്പ് അടുത്തെത്തി. നേതൃത്വം ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്ന് EA സുഗു പറഞ്ഞു. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് UDF. വേണമെങ്കിൽ തൃണമൂൽ നേതാവായ PV അൻവറിന് തനിച്ച് മുന്നണിയിലേക്ക് വരാമെന്നും കോൺഗ്രസ് പറയുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നിരന്തരം ആക്രമിക്കുന്ന പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പാർട്ടിയെ മുന്നണിയിലെടുക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിന്റെ ഭയം. മാത്രമല്ല, ഘടകകക്ഷിയായി തൃണമൂൽ UDF മുന്നണിയിലെത്തിയാൽ PV അൻവറിന്റെ വിലപേശൽ ശക്തി കൂടുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട്. മുന്നണിയുടെ രസതന്ത്രം തന്നെ പാളിപ്പോകാൻ ഇത് കാരണമായേക്കാം. പുറത്തുനിന്നുകൊണ്ട് തന്നെ UDFനെ തൃണമൂലിന് പിന്തുണയ്ക്കാമെന്നും RMPയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് വിശദീകരിക്കുന്നു. അങ്ങനെ പിന്തുണച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ പിന്തുണയ്ക്കാമെന്നാണ് UDFന്റെ നിലപാട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയിൽ കയറി പറ്റിയില്ലെങ്കിൽ തന്റെ കണക്കുകൂട്ടലുകളെല്ലാം പാളുമെന്ന ആശങ്കയിലാണ് അൻവർ. കോൺഗ്രസ് മത്സരിക്കുന്ന തവനൂർ അല്ലെങ്കിൽ പട്ടാമ്പിയാണ് അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വപ്നം കാണുന്ന മണ്ഡലങ്ങൾ. ഇവിടെ മത്സരിക്കണമെങ്കിൽ UDF പിന്തുണ കൂടിയേ തീരുമെന്ന് അൻവർ കരുതുന്നുണ്ട്. അതേസമയം തീരുമാനം നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ ഏപ്രിൽ 23-ന് PV അൻവർ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 10-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് കൂടിക്കാഴ്ച. ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.